ബാംഗ്ലൂർ സിറ്റിയിൽ നിന്നും ഏകദേശം 1.5 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും മനോഹരമായിട്ടൊരു ട്രെക്കിംഗ് സ്പോട്ടിൽ നിങ്ങൾക്ക് പോകാൻ പറ്റും. വെറും 280 രൂപ നിരക്കിൽ ഒരുപാട് കാഴ്ചകളും അത്യാവശ്യം ഫിസിക്കലി നിങ്ങൾക്ക് ചലഞ്ചിങ്ങും ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ട്രെക്കിംഗ്. ടുഡേയ്സ് വീഡിയോ ഈസ് ഓൾ അബൌട്ട് സ്കന്ദഗിരി ട്രെക്കിംഗ്. സോ come on, let's watch it together. ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്കന്ദഗിരി ട്രെക്കാണ്. അപ്പോൾ ബാംഗ്ലൂരിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ട്രെക്കിംഗ് പോയിന്റാണ്. പക്ഷേ എല്ലാവരും ഈ പറയുന്ന പോലെ നന്ദി ഹിൽസിൻ്റെ പിറകെയാണ് കൂടുതലും പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പുതിയ ഡെസ്റ്റിനേഷൻ, അതായത് സ്കന്ദഗിരി ഹിൽസ് ആണ് ട്രെക്കിന് വന്നിട്ടിരിക്കുന്നത്. ഏകദേശം 4 കിലോമീറ്റർ ആണ് ട്രെക്ക് വരുന്നത്. ഇപ്പോൾ മോർണിംഗ് ഒരു 6 o'clock ആയിട്ടുണ്ട്. സോ യാ, ലെറ്റ്സ് ഗോ ഫോർ സ്കന്ദഗിരി. അപ്പം നമ്മൾ വിചാരിച്ച പോലെ തന്നെ രാവിലെ ഏകദേശം ഒരു 6 മണിയായപ്പം എൻട്രി പോയിന്റിൽ എത്തി കേട്ടോ. ഇതിൻ്റെ എൻട്രി പെർമിറ്റ് എന്ന് പറയുന്നത് അരണ്യവിഹാര എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്ന് 280 രൂപ മുടക്കിയിട്ടാണ് ഒരാൾക്ക് എടുക്കേണ്ടത്. അത് മാത്രമാണ് ഇതിൻ്റെ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ എൻട്രി എടുത്ത് ഇവിടുത്തെ എൻട്രി ഗേറ്റിൽ വന്നിട്ട് നമ്മളുടെ പെർമിറ്റ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ട്രക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്താ പറയുക, രാവിലെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സൺറൈസ് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് എത്തിയത്. അറൗണ്ട് 6 ആയപ്പോഴും നമ്മൾ താഴെ എത്തിയത്. നമ്മളിത് നടന്ന് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചതാണ് കേട്ടോ ഇവിടുത്തെ എൻട്രി ഓഫീസ്. ഓക്കെ, അപ്പം നമ്മൾ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ തന്നെ സ്കന്ദഗിരിനെ പറ്റിയിട്ടുള്ള മെയിൻ ഡീറ്റെയിൽസ് അവിടുത്തെ ബോർഡിൽ നമുക്ക് കാണാൻ പറ്റും. എന്തൊക്കെ സ്പീഷീസിനെ ഇവിടെ കാണാൻ പറ്റും, എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ ഉള്ളത്. സോ ഇതൊക്കെ വാച്ച് ചെയ്ത് ഒന്ന് വായിച്ചതിന് ശേഷം നമ്മളിത് നമ്മുടെ നടത്തം ആരംഭിച്ചു കേട്ടോ. ഇതാണ് നമ്മുടെ എൻട്രി പോയിന്റ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ട്രെക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒഫീഷ്യലി. സോ യാ, കയറ്റമാണ് മുകളിലേക്ക്. 4 കിലോമീറ്റർ ആണ്. ആൻഡ് ഈസി ടു മോഡറേറ്റ് വേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ 4 മണിക്കൂർ എടുക്കുന്നതാണ് കാണിച്ചിട്ടുള്ളത്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ടേക്സ്. സോ യാ, നമ്മൾ കേരളത്തിൽ വെസ്റ്റേൺ ഘട്ടിൽ യാത്ര ചെയ്യുന്ന പോലെ തന്നെ, അതായത് ട്രക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ എനിക്ക് ഈ ട്രയലും തോന്നിയത്. അതായത് പാറകളുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കയറ്റങ്ങളുണ്ട്. ചെറിയ തോതിലാണ് നമുക്ക് ഓൾട്ടിറ്റ്യൂഡ് ഗെയിൻ വരുന്നതും. അപ്പോൾ കയറ്റങ്ങളാണ്, പാറക്കെട്ടുകളുള്ളത് കൊണ്ട് കുറച്ച് നമ്മൾ ടയേർഡാവും. അത്യാവശ്യം ഒന്ന് നടക്കുന്ന ആൾക്കാർ, ചെറുതായിട്ട് സ്റ്റെയർ ക്ലൈംബ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രയലാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഓരോ കയറ്റവും നമ്മളിങ്ങനെ പുല്ല് മേടിൻ്റെ ഇടയ്ക്കൂടെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പാറകളാണ് ഉള്ളത്, മുന്നിലേക്കുള്ള വഴികൾ. അതായത് പാറ കൊണ്ട് ഓരോ സ്റ്റെപ്പും ഉണ്ടാക്കി വെച്ചേക്കുന്ന മാതിരി നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ കയറും തോറും ഇതുപോലെയുള്ള ബ്യൂട്ടിഫുൾ വ്യൂ നമുക്ക് കാണാൻ തുടങ്ങി. ഏകദേശം ഒരു 20 മിനിറ്റ് ഇപ്പോൾ നടന്നു കഴിഞ്ഞു കേട്ടോ. അത്യാവശ്യം ഡിഫിക്കൽട്ട് എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ കയറ്റാണ്. സ്റ്റെയർ കേസ് ഒക്കെ കയറി ശീലമുള്ള ആൾക്കാർക്ക് ഈസിലി ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇതേ വ്യൂ ഒക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ചെറുതായിട്ട്. അപ്പോൾ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ബെറ്റർ വ്യൂ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. സോ യാ, ലെറ്റ്സ് ഡു ഇറ്റ് ടുഗദർ. ഏതെങ്കിലുമൊക്കെ മലമുകളിൽ കയറി കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. കുറച്ച് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കുക, ദൂരേക്ക് നോക്കിയിരിക്കുക, കണത്താ ദൂരത്ത് പരന്ന് കിടക്കുന്ന മലകൾ കണ്ടിരിക്കുക. ഇതൊക്കെയാണ് എൻ്റെ ഒരു ട്രക്കിലെ ഏറ്റവും ഫേവറേറ്റ് മൊമെൻറ്റ്സ്. അപ്പോൾ ആ ഒരു മൊമെൻറ്റ്സ് ആണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഹാഫ് ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കവർ ചെയ്ത് കയറി വരുമ്പോഴത്തേക്ക് ഇതേ ഇങ്ങനെ ഒരു പാറ കാണാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ അടിയിലായിട്ടോ ഇരിക്കണേ. നല്ല രസമുണ്ട് ഇവിടെ ഇരിക്കാൻ. ആൻഡ് ഓൾസോ ഗോട്ട് എ ഗുഡ് വ്യൂ ഫ്രം ഹിയർ. അപ്പോൾ കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് ബാക്കി മൂവ് ചെയ്യുന്നത്. കണ്ടോ, ഞാനൊരു പാറയുടെ അടിയിലാണ് കേട്ടോ ഇപ്പോൾ ഇരിക്കുന്നത്. ഇറ്റ്സ് ഗുഡ് ടു ബി ഹിയർ. Coming.
ആദ്യത്തെ പുൽമേടുകളുടെ ഇടയിലൂടെയുള്ളൊരു കയറ്റം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പാറക്കെട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ മഴക്കാലത്ത് വരുന്നവർ ഇത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഈ ഭാഗമൊക്കെ മഴക്കാലത്ത് നല്ലപോലെ വഴുക്കുണ്ടാവുന്ന ഏരിയ ആണ് കേട്ടോ. പക്ഷേ ഈ പാറക്കെട്ടുകളുടെ മുകളിൽ കൂടെ കയറ്റം നോർമൽ ടൈമിൽ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഗ്രീനറി ആയിട്ടുള്ള ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കിടക്കും. നല്ല ഇടതൂർന്ന രീതിയിലുള്ള വനമാണ് കേട്ടോ ഈ ഭാഗത്തേക്ക് എത്തിക്കഴിയുമ്പോൾ കാണാൻ പറ്റുന്നത്. ഹായ് ഓൾ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 70% ഏരിയ കവർ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ വെയിൽ സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ ടോപ്പിൽ നിന്നുള്ള വ്യൂ ഉണ്ട്. ആൻഡ് നമുക്കിതിനൊരു ഈസി ട്രക്ക് എന്ന് പറയാൻ പറ്റില്ല, ഈസി ടു മോഡറേറ്റ് എന്ന് പറയാൻ പറ്റും. കാരണം നല്ല കയറ്റമാണ്. ഡിസ്റ്റൻസ് കുറവാണെന്നുണ്ടെങ്കിലും കുത്തനെയുള്ള കയറ്റങ്ങളും പാറക്കെട്ടുകളാണ് വരുന്നത്. ബട്ട് വെതർ നല്ലതായതുകൊണ്ട് തന്നെ ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇറ്റ്സ് റിയലി ഗുഡ് ആക്ച്വലി. സോ അതെ, നിങ്ങൾക്കിപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്നതാണിത്. ഈ ഒരു പോയിന്റിൽ നിന്നുള്ള വ്യൂ ആണ്, റെസ്റ്റിംഗ് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. സോ ഓൾമോസ്റ്റ് ഒരു 1 hour നമ്മൾ ട്രെക്ക് ചെയ്തു. ഇനി ഒരു ½ an hour മാക്സിമം, അത്രയും കൂടെ ഉള്ളൂ. സോ ദിസ് ഈസ് ദ വ്യൂ. ഏകദേശം നമ്മളിപ്പോൾ ഒരു 70% കയറി കഴിഞ്ഞിട്ടോ. ഈ 70% കയറി മുകളിൽ എത്തുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിലൊരു വ്യൂ ഒക്കെ കിട്ടിത്തുടങ്ങി. നല്ല ഡ്രൈ വെതർ ആയിരുന്നു നമ്മൾ പോയിരുന്ന സമയത്ത്, അതുകൊണ്ട് തന്നെ ഗ്രീനറി അല്ല കാണാൻ സാധിക്കുന്നത്. പക്ഷേ രാവിലെ സൺറൈസ് കഴിഞ്ഞിട്ടുള്ളൊരു മൊമെൻറ്റ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു, വളരെ ബ്യൂട്ടിഫുള്ളായിട്ട്. ആ പാറക്കെട്ടിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ താഴെയുള്ള ഓൾമോസ്റ്റ് വൂൾ മലനിരകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് വാസ് എ കൈൻഡ് ഓഫ് പീസ്ഫുൾ മൊമെൻറ്റ് ഫോർ മീ. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു സ്ഥലമായിരുന്നു കേട്ടോ ഈ ഒരു റെസ്റ്റിംഗ് പോയിന്റ്. ഇതൊക്കെ എന്താടാ? കോട്ടയോ അങ്ങനെ എന്തെങ്കിലും? മതിയാൻ പറ. അങ്ങനെ ഫൈനലി ഏകദേശം നമ്മളൊരു 2.5-3 മണിക്കൂർ നടന്നിട്ട് നമ്മൾ ടോപ്പ് പോയിന്റിൽ എത്തിയിട്ടോ. ഈ ടോപ്പിൽ നിന്ന് കാണുന്ന വ്യൂ ആണ് ആക്ച്വലി ഇതിൻ്റെ പീക്ക് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്യാവശ്യം നല്ല രീതിയിൽ ക്ലിയർ സ്കൈ ആയിരുന്നു, അതുകൊണ്ട് ആവശ്യത്തിനൊക്കെ നമുക്ക് കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ട്രയൽ എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് കാഴ്ചകൾ ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാനുണ്ട്. കാഴ്ചകളെക്കാട്ടും കൂടുതൽ ഇതിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ കിട്ടുന്നൊരു കാറ്റുണ്ട്, അതിനെങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ദാറ്റ് മച്ച് പീസ് യു വിൽ ഗെറ്റ് ഫ്രം ഹിയർ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഏർലി മോർണിംഗ് നിങ്ങൾ സൺറൈസിൻ്റെ ടൈമിൽ വരികയെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞതനുസരിച്ചിട്ട് നല്ല പോലെ ക്ലൗഡ് ബെഡ് കാണാൻ പറ്റും. ഈവൻ ദോ നമ്മൾ പോയ സമയത്ത് സൺ ഓൾറെഡി റൈസ് ആയിരുന്നു, ബട്ട് സ്റ്റിൽ ദ വ്യൂ, ദ ഫീൽ ആൻഡ് ദ വൈബ്, ദാറ്റ് വാസ് അമേസിങ്. സോ അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഇതൊരു ഏർലി മോർണിംഗ് സൺറൈസിൻ്റെ ടൈമിൽ വരുവാണെങ്കിൽ ഇവിടുത്തെ ഫീലും വൈബും ഒക്കെ എന്തായിരിക്കും എന്നുള്ളത്. It was a quite beautiful experience for us as well.
അപ്പോൾ ദേ നമ്മൾ സ്കന്ദഗിരിൻ്റെ ടോപ്പിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ട്രക്ക് കംപ്ലീറ്റ് ആയി. ആൻഡ് എന്താ പറയുക, നല്ല വ്യൂ ഉണ്ട്, നല്ല കാറ്റുണ്ട്. അപ്പോൾ നന്ദി ഹിൽസിൻ്റെ പിറകെ എല്ലാവരും പോകാറുണ്ട്. അതിനെക്കാട്ടിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ട്രയലാണ് കേട്ടോ സ്കന്ദഗിരി എന്ന് പറയുന്നത്. അപ്പോൾ ബാംഗ്ലൂർ ട്രക്ക് പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ മസ്റ്റായിട്ടും സ്കന്ദഗിരി ഹില്ല് വിസിറ്റ് ചെയ്യുക, ട്രക്ക് ചെയ്യുക. ഒരു 2 hour ഈസി ടു മോഡറേറ്റ് ലെവലിൽ വരുന്ന ഒരു ട്രക്കാണ്. സോ യാ, വി ഡിഡ് ഇറ്റ് ആൻഡ് ഇറ്റ് വാസ് അമേസിങ്. ട്രെക്കും മൗണ്ടെയിനും എന്നുള്ളതിലുപരി ഈ സ്കന്ദഗിരിയുടെ മുകളിൽ ഒരു ടെമ്പിൾ ടെറൈൻ ഉണ്ട് കേട്ടോ. ആ ടെമ്പിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഹിസ്റ്ററിയും ഒക്കെ ഈ സ്ഥലത്തിനെ ഏറ്റവും കൂടുതൽ മനോഹരമാക്കുന്നുണ്ട്. ഈ ടെമ്പിളിൽ നമുക്ക് ഉള്ളിൽ പ്രതിഷ്ഠയുണ്ട്, അതുപോലെ ഇടയ്ക്ക് പൂജയൊക്കെ നടക്കാറുണ്ട്. സോ അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് കഥകളും കാര്യങ്ങളും കൂടെ ഉണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ സ്കന്ദഗിരി ഹില്ലിൻ്റെ മുകളിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഇവിടെ. ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ടൊരു ശിവ ടെമ്പിൾ ഉണ്ട്. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ പഞ്ചഗിരി എന്ന് പറയുന്ന 5 ഹിൽസ് ഉണ്ട്. അതിൽ 5 ഹിൽസിൽ ഒന്നാണ് നമ്മൾ ഈ പറയുന്ന സ്കന്ദഗിരി എന്ന് പറയുന്നത്. ബാക്കി വരുന്നത് നന്ദഗിരി, ബ്രഹ്മഗിരി, ചന്ദ്രഗിരി, ഹേമഗിരി എന്നൊക്കെ പറയുന്ന 5 ഹിൽസിൽ ഒന്നാണ് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഹിൽസ്. അപ്പോൾ ഇവിടെ ശിവേൻ്റെ ഒരു സ്റ്റാച്യു ഉണ്ട്, അതുപോലെ തന്നെ ഒരു ടെമ്പിൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു റിലീജിയസ് പേയിൽ വിശ്വാസം പറയുന്ന ആൾക്കാർ ഒരു ടെമ്പിൾ വിസിറ്റ് എന്നുള്ള രീതിയിൽ ഇവിടെ വരാറുണ്ട്. മോർണിംഗ് സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. ബട്ട് ഓൾസോ യു ക്യാൻ കം ഹിയർ ആസ് എ ട്രെക്കിംഗ് സ്പോട്ട്. അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും വരാൻ പറ്റും. അപ്പോൾ ബാംഗ്ലൂരിൽ ഭയങ്കര ക്രൗഡ് ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ടെങ്കിലും, എക്സാമ്പിൾ നന്ദി ഹിൽസ് ഒക്കെ ഉണ്ടെങ്കിലും, ഇത് അധികം ആൾക്കാർ വന്ന് കവർ ചെയ്യാറില്ല. അപ്പോൾ ഇനി നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുന്ന സമയത്ത് യു ക്യാൻ ഡെഫിനറ്റ്ലി ചെക്ക് ഇറ്റ് ഔട്ട്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, ഒരു ട്രയലാണ്. ആൻഡ് ഈസി ടു മോഡറേറ്റ് ലെവൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. സോ യാ, ഡു വിസിറ്റ് ആൻഡ് എക്സ്പ്ലോർ സ്കന്ദഗിരി as well. Thank you. അങ്ങനെ ഒരുപാട് കാഴ്ചകളും നല്ല കാറ്റും അതുപോലെ തന്നെ മുകളിൽ നിന്നുള്ള നല്ലൊരു സൂര്യൻ്റെ വ്യൂവും ഒക്കെ കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും തിരിച്ചിറങ്ങുകയാണ്. ഇറ്റ് വാസ് എ ക്വയറ്റ് ഗുഡ് എക്സ്പീരിയൻസ്. അപ്പോൾ ഒരു 1 day ട്രക്ക് പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് സ്കന്ദഗിരി. ഇത് ഈ കാണുന്ന മാതിരി ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളും അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിനൊന്ന് സമാധാനപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ കിട്ടുന്ന ഒരു സിമ്പിൾ ട്രക്കാണ്. സോ യു ക്യാൻ ട്രൈ ഇറ്റ് ഔട്ട് വിത്തൗട്ട് എനി ഡൗട്ട്. അപ്പോൾ നമ്മളിത് ട്രെയിലൊക്കെ കഴിഞ്ഞ് താഴെ ബേസ് ക്യാമ്പിൽ എത്തിയിരിക്കുകയാണ്. ടോട്ടലി ഒരു 4 മണിക്കൂർ എടുക്കും കേട്ടോ അപ്പ് ആൻഡ് ഡൗൺ. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ട്രെയിൽ തന്നെയാണ്, കുത്തനെയുള്ള കയറ്റാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് മാത്രമുണ്ട്. ബട്ട് ഇറ്റ് വാസ് എ വെർത്ത് ട്രക്ക്. അപ്പോൾ ബാംഗ്ലൂരുള്ള ആൾക്കാരും ബാംഗ്ലൂരിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നവരും നല്ല ട്രക്ക് നോക്കുന്നവരും ഒക്കെ സ്കന്ദഗിരി ട്രൈ ചെയ്യുക. ഇറ്റ് വാസ് എ വെരി ഗുഡ് ട്രയൽ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.